അപ്പം ഗൈസ് പട്ടക്കം പൊട്ടിച്ച് ആഘോഷിക്കാനുള്ള ഒരു അടിപൊളി മൂഡിലായിരുന്നു ഞാൻ. കൃത്യമായി പറഞ്ഞാൽ നമ്മൾ ഓരോ മലയാളിയും, എനിക്ക് തോന്നുന്നു മലയാളികൾ മാത്രമല്ല സൗത്തിൽ മുഴുവൻ സെൻസേഷനായ ഷാരോൺ കേസിൽ പ്രതി ഗ്രീഷ്മയ്ക്ക് നെയ്യാറ്റിൻകര സെഷൻസ് കോടതി തൂക്കുകയർ വിധിച്ചു. വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടു ഗ്രീഷ്മ. താൻ ചെയ്യുന്നതിന്റെ ഫലം താൻ അനുഭവിക്കുന്നു പറയുന്നത് പോലെ കിട്ടേണ്ടത് കിട്ടി. എത്ര പറഞ്ഞാലും ഒരു എക്സ്പെക്റ്റ് പോകുന്നില്ല. കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല തൂക്കുകയർ കിട്ടുമെന്ന്. ഞാൻ മാക്സിമം ജീവപര്യന്തം വരെയാണ് പ്രതീക്ഷ. പക്ഷെ തൂക്കുകയർന്ന് കേട്ടപ്പം ശരിക്കും എക്സൈറ്റ്മെന്റ് ആയിപ്പോയി. അത് അക്സെപ്റ്റ് ചെയ്തൊരു കാര്യം നമുക്ക് പെട്ടെന്ന് കിട്ടുമ്പോൾ, നമ്മൾ എക്സ്പെക്ട് ചെയ്തൊരു കാര്യം പെട്ടെന്ന് കിട്ടുമ്പോൾ ഇറ്റ്സ് വണ്ടർഫുൾ ഫീലിംഗ്. എന്തായാലും അത് വളരെ ഇതായിപ്പോയി. എന്നാലും അതിന്റെ ഒരു ന്യൂസ് ക്ലിപ്പ് കേൾക്കാതെ ഒരു രസമില്ല. ഫസ്റ്റ് പറയുമ്പോഴത്തേനും ജസ്റ്റ് ഒന്ന് കേട്ടിട്ട് നമുക്ക് പറയാം. കോടതി കൊലപാതകത്തിന് വേണ്ടി തട്ടിക്കൊണ്ടുപോകൽ, ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന പ്രധാനപ്പെട്ട വാർത്ത. ഗ്രീഷ്മയ്ക്ക് പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന ചരിത്രപരമായ ന്യൂസ് പറയുമ്പോൾ ഹാഷ്മിയുടെ ഒരു സ്പിരിറ്റ് കണ്ടില്ല. ആ സംഭവമാണ് നമുക്ക് എല്ലാവർക്കും വന്നത് അതുപോലെ. കാരണം കേരളം കാത്തിരുന്ന, അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യ മൊത്തം കാത്തിരുന്ന ഒരുപാട് സെൻസേഷൻ ആയത് വെളിയിലൊക്കെ എത്തിയിട്ടുണ്ട്. ഈ കേസ് എപ്പോഴും ചർച്ചയാവുന്നത് പല യൂട്യൂബർമാരും ഒക്കെ സൗത്തിലെടുത്തതിനെ ക്രിറ്റിസൈസ് ഒക്കെ ചെയ്യുന്നുണ്ട്, എന്താ സംഭവം എന്നൊക്കെ അറിയാൻ വേണ്ടി. അപ്പോൾ ആ ഒരു സെൻസേഷൻ ന്യൂസിൽ നമുക്ക് ആഗ്രഹിച്ചതിനെക്കാട്ടിലും വലിയൊരു ശിക്ഷ ഇവ കിട്ടിയെന്ന് അറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷമായി. കാരണം ഒരാണിന്റെ സ്നേഹം, അതും ആത്മാർത്ഥമായ ഒരു സ്നേഹം മുതലെടുത്ത് വഞ്ചിച്ച് ചതിച്ച് മറ്റു പല ഫിനാൻഷ്യലായിട്ടും ഫിസിക്കലായിട്ടുമുള്ള ആവശ്യങ്ങൾക്ക് മാത്രം അവനെ ഉപയോഗിച്ച് അവസാനം എന്താ പറയുന്നത്, ഇത്രയും നീച്ചമായിട്ട് തന്നെ സ്നേഹിച്ച് ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു പുരുഷനെ കൊല്ലാൻ കാണിച്ച അവളുടെ മനസ്സ്, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പിശാചിന് പോലും ഉണ്ടാവില്ല ഇത്രയും വൃത്തികെട്ടൊരു മനസ്സ്. അത്രയ്ക്കും വളരെ ബ്രൂട്ടലായ രീതിയിൽ ആ പാവം പയ്യനെ കൊന്നൊടുക്കിയിട്ട് ഒന്നും അറിയാത്തതുപോലെ ആ കൂടെ നിന്ന് അഭിനയിച്ച് അവർക്ക് കള്ളക്കരച്ചിൽ ഒഴുക്കി, കള്ളക്കണ്ണീരും ഒഴുക്കി, നാട്ടുകാരെയും പറ്റിച്ച് വീട്ടുകാരെയും പറ്റിച്ച് ജീവിക്കുന്ന ഇവളെ പോലുള്ള തേർഡ് റേറ്റ് ടീംസിന് എനിക്ക് ഇത് കിട്ടിയത് കുറഞ്ഞു പോയെന്നേ പറഞ്ഞുള്ളൂ. എനിക്ക് പറയുന്നത് ഈ തൂക്കുകാരനെക്കാട്ടിലൊക്കെ കൂടുതലായിട്ട് ഇവളെ എന്താ പറയുന്നത് ഇഞ്ചിഞ്ചായിട്ട് ഇവളെ മരിക്കാൻ വിടണമായിരുന്നു, നരയിപ്പിച്ച് വിടണമായിരുന്നു. ആ പയ്യൻ അനുഭവിച്ച പോലുള്ള എല്ലാ അവസ്ഥയും അനുഭവിച്ചു കൊണ്ടായിരുന്നു ഇവൾ മരിക്കാൻ വേണ്ടി. എന്തായാലും എന്തോ ആയിക്കോട്ടെ, നമുക്ക് കൂടുതൽ ആവശ്യം കയറി നമുക്കൊന്നും പറയാൻ കഴിയില്ല. ചിലപ്പോൾ നമ്മളെ പിടിച്ച് എന്താ പറയുന്നത് ഈ കേസിനെ കുറിച്ച് പ്രതികരിച്ചെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ കേസ് വരും. ആയിക്കോട്ടെ. അപ്പോൾ കേസ് പറഞ്ഞു വന്ന അതൊന്നുമല്ല. പക്ഷേ നമുക്ക് സന്തോഷിക്കാനായിട്ടുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആയിട്ടില്ല. കാരണം ഇതിനകത്ത് 80% ഗ്രീഷ്മയ്ക്ക് രക്ഷപ്പെടാനുള്ള ചാൻസ് വളരെയധികം കൂടും. അതിന്റെ കാരണമൊക്കെ ഞാൻ വരാം. പക്ഷെ അതിനു മുമ്പ് നമ്മളൊന്ന് അറിയണം, നമ്മുടെ കേരളത്തിലാകെ 3 സ്ത്രീകളെ മാത്രമേ വധശിക്ഷയ്ക്ക് നമ്മുടെ കോടതി വിധിച്ചിട്ടുള്ളൂ. അതിൽ ഫസ്റ്റ് തന്നെയുള്ള കൊല്ലം സെഷൻ കോടതി വിധിച്ച ബിനീത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കാര്യമാണ്. അതായത് ബിനീതയുടെ ഭർത്താവായ വിധുകുമാരൻ തമ്പിയെ കാമുകനുമായി ചേർന്ന് സ്വത്തിനും പണത്തിനു വേണ്ടി കൊലപ്പെടുത്തുകയായിരുന്നു. 1-ാം പ്രതി ബിനീത ആയതുകൊണ്ട് തന്നെ ആ കേസ് ഒരുപാട് റെയർ കേസായിരുന്നു. ആ സമയത്തൊക്കെ വളരെ റെയറും ബ്രൂട്ടലുമായ കേസ് ആയതുകൊണ്ട് തന്നെ ആ കോടതി അവിടുന്ന് അതിന് വധശിക്ഷ വിധിച്ചെങ്കിലും പക്ഷെ ഹൈക്കോടതി ചെന്നപ്പോൾ ഈ കേസ് തള്ളി മീൻസ് വധശിക്ഷയ്ക്ക് എന്നുള്ളത് അത് മാറ്റിയിട്ട് നേരെ കൊണ്ട് ജീവപര്യന്തം കൊടുക്കുകയായിരുന്നു. അപ്പോൾ ഇപ്പോഴും ആ ബിനീത എന്ന സ്ത്രീ ജീവപര്യന്തം കേസിന് ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ വധശിക്ഷ എന്തായാലും മാറ്റി കിട്ടി. അതുപോലെയായിരുന്നു റഫീഖ ബീബി എന്ന് പറയുന്ന ഒരു കേസ് ഈ കൊല്ലം തിരുവനന്തപുരത്ത് നടന്നത്. അതും സെയിം നെയ്യാറ്റിൻകര അഡീഷണൽ കോടതിയാണ് അതിനും ശിക്ഷ വിധിച്ചത്. അതിൻ്റെയും ഗ്രീഷ്മയുടെയും ശിക്ഷ വിധിച്ചത് AM ബഷീർ എന്ന് പറയുന്ന നമ്മുടെ സെയിം ജഡ്ജി തന്നെയായിരുന്നു. അപ്പോൾ ആ ഒരു സംഭവത്തിന്റെ ബേസിൽ പറയുകയാണെങ്കിൽ റഫീഖ ബീവിയുടെ കേസിലും 2024 വിധി വന്നത്. അവരെ ഇതുപോലെ തൂക്കുകയറിന് കൊണ്ടത്. കാരണം വെച്ചാൽ അവരെ ഇതുപോലെ വയസ്സായ ഒരു സ്ത്രീയെ സ്വർണ്ണത്തിന് വേണ്ടിയിട്ട് മകനുമായും വേറൊരാളുമായി ചേർന്ന് കൊലപ്പെടുത്തിയതിന്റെ കേസിലായിരുന്നു ഈ വിധി ഇങ്ങനെ വന്നത്. പക്ഷെ അവർ അപ്പീൽ കൊടുത്തിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ അത്ര ക്ലാരിറ്റി ഇല്ല. പക്ഷെ അവരും ആ കേസുമായിട്ട് ഇപ്പോഴും മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനും ഒരു തീരുമാനമായിട്ടില്ല. 2024 നടന്ന കേസാണ്, ഏകദേശം 1 വർഷമായിട്ടുള്ളൂ. 2025 ഗ്രീഷ്മയുടെ വിധി വിധിക്കുന്നത്. അതും വധശിക്ഷയാണ്, തൂക്കുകയറാണ് വിധിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ ഗ്രീഷ്മയുടെ കാര്യത്തിൽ ഈ 2 കേസിനെക്കാട്ടിലും എന്താ പറയുന്നത്, നമുക്കൊരു സെപ്പറേറ്റ് കോമൺ ഫാക്ടർ വെക്കാവുന്ന ഇത് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഗ്രീഷ്മയുടെ പ്രായം 24 വയസ്സ് മാത്രമുള്ള ഒരു പിശാചിനിയാണ്. മാത്രമല്ല രണ്ടാമത്തെ കാര്യം വെച്ച് കഴിഞ്ഞാൽ മറ്റ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഒന്നുമില്ല. അതിൻ്റെ ഒരു പോസിബിലിറ്റിയും ഇവക്ക് ഇതിനകത്ത് കിട്ടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. എന്തായാലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരിക്കലും സംഭവിക്കരുത് എന്നൊക്കെയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നതെങ്കിലും അല്ലെങ്കിൽ നമ്മളുടെ മനസ്സിലുള്ള ആശയമെങ്കിലും ഇത് എത്രത്തോളം സാധ്യമാവുമെന്ന് അറിയില്ല. പക്ഷെ ഇതിനൊക്കെ ഇടയ്ക്ക് നമുക്ക് എന്താ പറയുന്നത്, ഇടയ്ക്ക് ഞാനൊരു ന്യൂസ് ചാനലിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ഒരു ബൈറ്റ് കണ്ടായിരുന്നു. എനിക്കിവിടെ ക്ലിപ്പ് വെക്കാൻ തീരെ താല്പര്യമില്ല. പക്ഷേ എന്ന് കഴിഞ്ഞാലും ഞാൻ അവിടെ ക്ലിപ്പ് വെക്കുന്നത് ഇതിൻ്റെ ഒരു പോസിബിലിറ്റി, അതായത് ഈ ഒരു കേസ് ഒരു പക്ഷേ ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ എത്തിയിട്ട് എങ്ങനെ തിരിയുമെന്ന് നമുക്ക് അറിയാൻ സാധിക്കില്ല. ഇപ്പം നോക്കിക്കോണം, നമ്മുടെ ഈ നെയ്യാറ്റിൻകര സെഷൻസ് കോടതി ഇത് വിധിച്ചിട്ട് നേരെ ഇനി അവർ ഹൈക്കോടതിയിലേക്ക് അപ്പീൽ പോകുന്നു. അപ്പോൾ ഹൈക്കോടതിയിൽ നിന്ന് വധശിക്ഷ അവർ കൊടുത്തു കഴിഞ്ഞാൽ
വധശിക്ഷ അപ്രൂവ് ആക്കി കഴിഞ്ഞാൽ നേരെ പോകുന്നത് സുപ്രീം കോടതിയിലായിരിക്കും. സുപ്രീം കോടതി വധശിക്ഷ അപ്രൂവ് ആക്കുകയാണെങ്കിൽ പിന്നെ പോകുന്നത് നമ്മളുടെ രാഷ്ട്രപതിക്കായിരിക്കും ദയാഹർജി. അപ്പോൾ ഇങ്ങനൊരു 3 കടമ്പകളും കൂടെ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഞാൻ പറയുന്നത്, ഇത്രയും ചെയ്തൊരു പെൺകുട്ടിയെ സ്വന്തം വീട്ടുകാർ പോലും അങ്ങ് ഉപേക്ഷിക്കണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എവിടെയും ജീവിക്കുക. ഇവളെപ്പോലൊരു പിശാചിനെ ഇനിയും നമ്മുടെ കുടുംബത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിൽ ഇറക്കി വിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ വളരെ രീതിയിലുള്ള എന്താ പറയുന്നത് നീചമായ പ്രവർത്തികളും ബ്രൂട്ടലായ ഓരോ ചിന്താഗതികളും വരും. വെറും 24 വയസ്സുള്ള പെൺകുട്ടിക്ക് തോന്നുന്ന രീതിയിലുള്ള പ്ലാനിങ് ആയിട്ടുള്ള മർഡറാണ് ഈ പെണ്ണ് നടത്തിയത്. അതൊന്നും ചിന്തിക്കാനോട് ആരില്ല. എന്തായാലും പോട്ടെ, നമ്മുടെ ജസ്റ്റിസ് റിട്ടയർഡ് കമാൽ പാഷ, എനിക്ക് ഈ പുള്ളിയുടെ ഈ ബൈറ്റിനോട് തീരെ താല്പര്യമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ പുള്ളി പറഞ്ഞു വെച്ചേക്കുന്നത് മൊത്തവും ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ ഒരു പിശാചിനിക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഈ പുള്ളി പറയുന്നതിൽ 1-2 പോയിന്റ് ഒരുപക്ഷെ ഹൈക്കോടതിയിൽ വരുമ്പോൾ നേരെ തിരിയാൻ സാധ്യതയുണ്ട്. നമുക്ക് അതൊന്ന് നോക്കാം. പെട്ടുപോയിട്ട് ഇതിനെ അങ്ങ് കോർണർ ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതിന് രക്ഷപ്പെടാൻ ഒരു മാർഗ്ഗമില്ല രീതിയിലായി. ഇവൻ്റെ കയ്യിൽ ഇതിൻ്റെ പടമൊക്കെ ഇരിപ്പുണ്ട്, മൊത്തവും ഇതിൻ്റെ ഇതൊക്കെ ബിറ്റൊക്കെ ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. അത് കാണിച്ച ഒരു ഭീഷണിയുടെ സ്വരമായി അവസാനം. നിവർത്തിയില്ല, അതിന് വേറെ ഇതിന് അവനെ വേണ്ട, അങ്ങനെ അങ്ങ് പോയി അബദ്ധം പറ്റിപ്പോയതാണ്. ഈ കുട്ടി കസ്റ്റഡിയിലുണ്ടായിരുന്നപ്പോൾ ഇത് ഈ ലൈസോൾ എടുത്ത് കുടിച്ചിട്ട് ആശുപത്രിയിലായി. അത് ആത്മഹത്യക്ക് ശ്രമിച്ചാണ്. ലൈസോൾ കുടിച്ച് ആശുപത്രിയിലായി. അപ്പോൾ തന്നെ നമ്മളൊന്ന് നോക്കിക്കോളൂ. എന്നിട്ട് അന്നേരം മജിസ്ട്രേറ്റ് അവിടെ ചെന്നിട്ട് ഇതിൻ്റെ ഒരു മൊഴി റെക്കോർഡ് ചെയ്യാൻ പോയി. കാരണം ഇത് മരിച്ചു പോകുന്നുള്ളത് ചിലപ്പം വിചാരിച്ച് പോലീസുകാർ മെഡിക്കൽ കോളേജിൽ വെച്ച് ഇതിൻ്റെ മൊഴി മജിസ്ട്രേറ്റ് രേഖപ്പെടുത്തി. ആ മൊഴി രേഖപ്പെടുത്തിയതിനകത്ത് ഇത് പറഞ്ഞു, എനിക്കിത് നിവർത്തിയില്ല, ഇവൻ്റെ കയ്യിൽ നിന്ന് പോകാൻ ഒരു മാർഗ്ഗമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആത്മഹത്യ ചെയ്യാനായിട്ട് ഞാൻ ശ്രമിച്ചു. എനിക്ക് വേണ്ടി കലക്കി വെച്ചതാണ് ഈ സാധനം, വിഷം. അപ്പോൾ അവൻ ചോദിച്ചു, അന്നേരം ഇനി അവൻ ഇതിനെ ഉപദ്രവിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു, ഇനി എന്നെ അവൻ ഉപദ്രവിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിത് കുടിച്ച് ആത്മഹത്യ ചെയ്യും. അതിനുവേണ്ടി അവൻ കലക്കി വെച്ചു. അപ്പോൾ ഇതെന്തുവാ നീ കലക്കി വെച്ചേക്കെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ കുടിക്കുന്ന കഷായമാണെന്ന് ഇത് പറഞ്ഞു. എന്നാൽ ഞാൻ ഒന്ന് കുടിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞു. ഈ പെൺകുട്ടി എടുത്ത് ഒഴിച്ചു കൊടുത്തു അവർ. അതിനകത്ത് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും ഈ മരണമൊഴിയായിട്ട് പോലും ഷാരോൺ ഈ ഗ്രീഷ്മയ്ക്കെതിരെ ഒരു മൊഴി നൽകിയിരുന്നില്ല എന്നൊരു കണ്ടെത്തൽ കൂടി കോടതിയുടെ ഭാഗത്ത് അവൻ പറഞ്ഞ് എനിക്ക് കിട്ടാത്തത് വേറൊരുത്തനും അനുഭവിക്കണ്ട എന്ന് പറഞ്ഞ് ഇതിനെ ശാരീരികമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് എന്നാണ് അത് പറഞ്ഞേക്കുന്നത്. എനിക്കറിയില്ല, അതിന്റെ സത്യസ്ഥിതി നമുക്കറിയത്തില്ല. അവർ തമ്മിലുള്ള ഇടപാടാണ്, നമുക്കറിയത്തില്ല. പക്ഷേ സത്യാവസ്ഥ ഒന്നും അറിയില്ല. സാർ ഈ കേസിനെ കുറിച്ച് പഠിച്ചിട്ടില്ല. പക്ഷെ സാറ് പറയുന്നത് സാറിന്റെ രീതിയിലുള്ള സാറിന്റെ കാഴ്ചപ്പാടായിരിക്കും സാറ് പറയുന്നത്. എന്തോ ആയിക്കോട്ടെ, ഒരുപക്ഷെ ഞാൻ പറഞ്ഞതൊന്നുമല്ല. ഇപ്പോൾ നമ്മളുടെ ഈ പ്രതിഭാഗം വക്കീല് ഇവിടെ ഈ കോടതിയിൽ എത്രത്തോളം വാദിച്ചു എന്നോ ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസ് എന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ ഹൈക്കോടതിയിൽ പോകുമ്പോൾ എന്തായാലും ഇവർ ചിലപ്പോൾ പക്ഷേ ഈ പിശാചിനിയുടെ, അതായത് ഈ ഗ്രീഷ്മയുടെ കുടുംബക്കാര് നല്ല കുടുംബക്കാരാണല്ലോ. കാരണം ഒരു മകള് ചെയ്ത തെറ്റിനെ ഇത്രത്തോളം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതിന് പകരം അതിനെ സപ്പോർട്ടും ചെയ്ത് കഷായം വാങ്ങിച്ചു കൊടുക്കുന്ന ടീമുകളുള്ള ഈ വീട്ടിൽ നിന്ന് അവരെന്തായാലും കുറച്ചുകൂടെ ഒരു പ്രൊഫഷണലായിട്ട് ഒരു വക്കീലിനെ തേടി പോകുമായിരിക്കും. ഒരുപക്ഷെ ആ വക്കീൽ ഈ കേസ് വട്ടം തിരിച്ചു കഴിഞ്ഞാൽ ഗ്രീഷ്മയ്ക്ക് അവിടുന്ന് ജീവപര്യന്തം ലഭിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ ശിക്ഷയിൽ എന്തെങ്കിലും ഇളവ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. അതാണ് ഇവിടെ പറഞ്ഞു വരുന്നത്. 1-2 ഘടകങ്ങളുണ്ട് ഇവർക്ക്, അതായത് ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പെണ്ണിന് കൂടുതലായിട്ട് ഈ വധശിക്ഷ ഒഴിവാക്കാനുള്ള. കാരണം അവൾക്ക് ആ കാര്യം അറിയാം. എനിക്ക് തോന്നുന്നത് അവളുടെ വക്കീലൊക്കെ ഓൾറെഡി ഇവരെ പറഞ്ഞ് മനസ്സിലാക്കും. ഒരുപക്ഷെ വികാരത്തിന്റെ പുറത്തായിരിക്കും ഈ വിധിയൊക്കെ വന്നത്, അതുകൊണ്ട് നീ പേടിക്കേണ്ട ആവശ്യമില്ല, ജനരോഷത്തിന്റെ ഫലമായിട്ടായിരിക്കും വിധിയൊക്കെ വന്നത്, നീ പേടിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് ഹൈക്കോടതി ബാധിച്ച് ഇത് നമുക്ക് വിധി മാറ്റാന്നൊക്കെ പറഞ്ഞൊരു കോൺഫിഡൻസ് കൊടുത്തണം. അല്ലെങ്കിൽ ഇവളൊക്കെ ഇരിക്കുന്ന രീതി കണ്ടു കഴിഞ്ഞാൽ സത്യം പറയാൻ കഴിച്ചു ഇതുപോലെ ദേഷ്യമില്ല. പിന്നെ ഈ കമാൽ പാഷ എന്ന് പറഞ്ഞ സാറിന്റെ കാര്യം, ഈ സാറിന് ഈ കേസിനെ കുറിച്ചൊന്നും അറിവില്ലെങ്കിൽ പുള്ളി ഇങ്ങനത്തെ ബൈറ്റിന് കൊടുക്കാൻ പാടായിരുന്നു. പിന്നെ പുള്ളിയുടെ ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടായിരിക്കും പുള്ളി ഇതൊക്കെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ പുള്ളി എന്തായാലും ഗ്രീഷ്മയ്ക്ക് ഫുൾ സപ്പോർട്ടാകുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. എന്തായാലും ഷാരൂണിന് നീതി ലഭിച്ചു എന്ന് നമുക്കൊരു 80% പറയാറായിട്ടില്ലെന്നാണ് ഞാൻ പറയുന്നത്. കാരണം ഈ വിധി നടപ്പിലാക്കിയാൽ മാത്രമേ ഷാരൂണിന് നീതി ലഭിച്ചു എന്ന് ഞാൻ പറയുകയുള്ളൂ. ഈ വിധി നടപ്പിലാകണം. വധശിക്ഷ എന്ന് നടപ്പിലാകുന്നു, അത് എന്ന് നമ്മൾ വാർത്തകളിൽ കൂടെ കാണുന്നു, അന്ന് മാത്രമേ ഷാരൂണിന് നീതി ലഭിക്കുകയുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത്. അതുവരെ ഇവക്കും ഏകാന്തവാസവും അതുപോലെ ജയിൽ ശിക്ഷയും ഒക്കെ അനുഭവിക്കേണ്ടിയിരിക്കും. പക്ഷേ ഇവളെപ്പോലൊരു പെണ്ണിന് അതൊക്കെ എത്രമാത്രം പൊരുത്തപ്പെട്ടു പോകുമെന്ന് എനിക്കറിയില്ല. കാരണം ഇവർക്ക് അതൊരു വിഷയമേ അല്ല. ഇടയ്ക്ക് ലൈസോൾ കുടിച്ച് ആത്മഹത്യ ചെയ്യാൻ പോകുന്നൊക്കെ പറയുന്നു. ഇവക്ക് കൃത്യമായ രീതിയിൽ എല്ലാ കാര്യങ്ങളും അറിയാവുന്ന ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ഇത്ര പ്ലാനിങ്ങോടെല്ലാം ചെയ്യുന്നു, ഇത്ര കണ്ണിങ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന പ്ലാനിങ് ഉള്ള മർഡറായ ഒരു കൊലപാതകി ആയതുകൊണ്ട് തന്നെ ലൈസോളിനകത്ത് എത്രമാത്രം വിഷകരമുണ്ട് അല്ലെങ്കിൽ വിഷാംശം എത്ര ഉണ്ടെന്നൊക്കെ ഒക്കെ അറിയാമായിരിക്കും. അപ്പോൾ അതിൻ്റെയൊക്കെ പേരിൽ നാട്ടുകാരെ കാണിക്കാനും അതുപോലെ കോടതിയുടെ അനുകമ്പ കിട്ടാനും വേണ്ടി കാണിച്ചൊരു നാടകമാണെന്ന് മാത്രമേ ഞാൻ അതിനെ വിശ്വസിക്കുന്നുള്ളൂ. എന്തായാലും ഷാരോൺ കേസിൽ എത്രയും പെട്ടെന്ന് നീതി നടപ്പിലാവട്ടെ. ഇപ്പൊ കോടതി വിധിച്ച വിധിയിൽ പൂർണ്ണ സംതൃപ്തനാണ്.
നമ്മളെല്ലാവരും. പക്ഷേ ഈ വിധി നടപ്പിലാകുന്നതിനും വരെ നമുക്ക് കാത്തിരിക്കേണ്ടി വരും. ഷാരോണിന്റെ നീതി നമുക്കും നീതിയാണ്.